ഇത് എലുമ്പേട്ടൻ. ഒരു വർഷം മുൻപ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായ കൃഷിക്കാരനാണ് എലുമ്പേട്ടൻ. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയായ ഓണിയിലാണ് താമസം. കഴിഞ്ഞ വർഷം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത കിണ്ടൽ കണക്കിന് ഉണക്കക്കപ്പ വാങ്ങാൻ ആളില്ലാതെ വിഷമത്തിലായ എലുമ്പേട്ടൻ്റെ അവസ്ഥ മീഡിയ 14 അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത വൈറലായി. നിരവധി കോളുകൾ എലുമ്പേട്ടനെ തേടി വന്നു. കപ്പ തീർന്നു. അന്ന് എലുമ്പേട്ടൻ്റെ വീട്ടിൽ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു പോയതാണ്. അന്ന് എലുമ്പേട്ടൻ പറഞ്ഞിരുന്നു, ആകെ കഷ്ടപ്പാടാണെന്ന്. കർക്കിടക മാസമാണ്, മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ എലുമ്പേട്ടനെ ഒന്നുകൂടി കണ്ട് സുഖവിവരം തിരക്കാൻ ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വയസ്സായ ആളാണ്. എങ്കിലും ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. കൃഷിക്ക് പുറമെ മുറം, കൂട്ട, പൂക്കൂട്ട തുടങ്ങി നിരവധി സാധനങ്ങൾ എലുമ്പേട്ടൻ വീട്ടിൽ നിർമ്മിക്കുന്നുണ്ട്. സഹായത്തിന് സഹോദരിയുമുണ്ട്. വീടിൻ്റെ മുന്നിലേക്ക് ഒരു ചെറിയ പന്തൽ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഇദ്ദേഹം ഇത്തരം സാധനങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തിരുന്ന് പണിയെടുക്കാൻ കഴിയുന്നില്ല. പന്തലാകെ പോയി, മുഴുവൻ ചോർച്ചയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പുറത്തിരുന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. കൊച്ചു വീടിനകത്താണ് ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത്. പണിയായുധങ്ങൾ മൂർച്ച കൂട്ടാനും മറ്റുമായി കൊണ്ടുപോയിട്ടുണ്ട്. മുറം മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത്. പണിയായുധങ്ങൾ തിരിച്ചെത്തിയിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ. മുറം നിർമ്മാണം പൂർത്തിയാക്കാൻ തന്നെ 3-4 ദിവസത്തെ പണിയുണ്ട്. പക്ഷേ കഷ്ടപ്പാടിൻ്റെ വില തനിക്ക് ലഭിക്കുന്നില്ല. തുച്ഛമായ വിലയാണ് കിട്ടുന്നത്. മുൻകാലങ്ങളിൽ സമീപ ഗ്രാമങ്ങളിൽ വീടുകൾ തോറും കയറി നടന്ന് സാധനങ്ങൾ വിറ്റിരുന്നു. പക്ഷേ ഇപ്പോൾ വയസ്സായി, കാലിന് സുഖമില്ല. കൂടുതൽ ദൂരം നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ 2-3 കടകളിൽ കൊടുത്ത് കിട്ടുന്ന വരുമാനം മാത്രമേ ഇപ്പോഴുള്ളൂ. 15 വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്. ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. കൃഷി ആവശ്യത്തിനും മറ്റുമായി ലോൺ എടുക്കാൻ പല ബാങ്കുകളെയും സമീപിച്ചുവെന്നും പ്രായമായതിനാൽ ലോൺ നൽകാൻ കഴിയില്ലെന്നാണ് ബാങ്കുകാരുടെ നിലപാടെന്നും എലുമ്പേട്ടൻ സങ്കടത്തോടെ പറയുന്നു. പക്ഷേ പരാതികളൊന്നുമില്ല എലുമ്പേട്ടന്. തന്നെ കൊണ്ടാകുന്ന തരത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. നിർമ്മിച്ചെടുക്കുന്ന സാധനങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റുപോയാൽ മാത്രം മതി. വിളിച്ചു പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി നൽകാൻ എലുമ്പേട്ടൻ റെഡിയാണ്. ആവശ്യമുള്ളവർക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെടാം. വാർത്താ സ്ക്രീനിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലും ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 14. ഇപ്പോൾ നിലവിൽ എന്തെല്ലാം സാധനം ആക്കി കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്? ഇപ്പോൾ നിലവിൽ തടപ്പ, പൂക്കൂട്ട, പിന്നെ മീൻ കൂട, പിന്നെ കൊട്ട, വല്ലം, ചൂരവല്ലം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സർവ്വതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാം സഹായിക്കുന്ന എൻ്റെ പെങ്ങളാണ് ഒരുത്തി. അവൾ സഹായിക്കും. പിന്നെ മക്കളെ കൊണ്ടെത്തിക്കും, കൂലി കൊടുത്തിട്ട്. അവരുടെ വണ്ടിക്ക് കൊച്ചിക്ക് ഉച്ചയാകുമ്പോൾ വരും. 3 നാൾ പോയാൽ ഒരു 5-6-8 കൊണ്ടുവരും. ഉച്ചപ്പടിയുടെ കൂലി അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ എനിക്ക് പണിയെടുക്കാൻ എനിക്കായിട്ട് പോയിട്ട് കൊത്താൻ പറ്റില്ല. കണ്ണിനെല്ലാം ഒരു മൂടൽ വേലയാണ്. എന്നാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കൂടുതലൊരു വിഷമം മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി മാസം ഒരു 30-40 റുപ്യ എടുത്ത്. അതിൽ ചിലവെല്ലാം കഴിച്ചാൽ കൂടി വന്നൊരു 5 ഉണ്ടാവും, അത്ര ഉണ്ടാവും. അതിൽ കൂടുതലില്ല. ഇല്ല. വേറെ വരുമാനം കവുങ്ങൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഒന്നും പിടിച്ചില്ല. കൃഷി കപ്പ ഉണ്ട്, ചേമ്പുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. അങ്ങനെ പച്ചക്കറി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ കുറേശ്ശേ കിട്ടുന്നുള്ളൂ. കാരണം വെച്ചാൽ അതിന് വളമിടാനോ വേറെ ഇതില്ല. പിന്നെ സ്വന്തമായിട്ട് കുറച്ച് ജൈവവളത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത് അത് ഇടുന്നു. അതുപോലെ കണ്ട് കുറച്ച് രാഷ്ട്രവളം കുറച്ച് അതിൻ്റെ കൂടുതൽ അത് ഇടും. അങ്ങനെ വരുമ്പോൾ കിട്ടുന്നതേ ഉള്ളൂ. അതും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ സമയത്ത് ഈ മഴ കാരണം കൊണ്ട് ലാസ്റ്റ് കിട്ടിയ ഞങ്ങൾക്ക് മഴ. അത് കാരണം കപ്പ കഴിച്ചു. ഈ നടന്ന കൃഷി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു 7 കിൻഡൽ 8 കിൻഡൽ കപ്പ കിട്ടിയായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. അതങ്ങനെ വിറ്റ് കിട്ടി. ആ സമയം വരുമ്പോൾ എല്ലാവരും വന്ന് കൊണ്ടുപോയി.
സഹായിച്ചു. എല്ലാം സഹായിച്ചു. ഇപ്രാവശ്യമുണ്ട് കപ്പ ആ ഉണ്ട് 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 കപ്പയുണ്ട്. പിന്നെ ആൾക്കാരിങ്ങനെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരത്തുനിന്നെല്ലാം വിളിച്ചിട്ട് ആ ഇതുകൊണ്ട് അടുത്തതിൽ അറിയിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്തതിൽ നമ്മൾ വാർത്ത കൊടുത്തതിന് ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കപ്പയില്ലാത്ത കുറവേ ഉള്ളൂ. അവിടെ പോയി കൃഷി ചെയ്യാനാണ് വിളിക്കുന്നവരുടെ. നിങ്ങൾ അവിടെ വാ, ഞങ്ങൾ എന്ത് സഹായം ചെയ്തു തരാം. നമുക്ക് ഇരുന്ന് പോകാൻ പറ്റത്തില്ല. ഒന്നാമത് പ്രായമായല്ലോ. നമ്മളെ സ്വന്തം മണ്ണിൽ തന്നെ നമ്മൾ നിന്നാലേ ഈ പുറത്തെല്ലാം പോയിട്ട് നമുക്ക് കൃഷി നടത്താൻ പറ്റില്ല. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ നിന്നുകൊണ്ട് ജീവിതത്തിന് വേണ്ടിയിട്ടും എല്ലാം ചെയ്യാമെന്നുള്ള ഒരു നിലപാടാണ്. പിന്നെ കുറച്ച് കന്നുകാലികളെല്ലാം പോരണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ബാങ്കിൽ നിന്ന് ലോണ് കിട്ടിയാലും കിട്ടുന്നത് ചെറിയ പൈസ. അതായത് 2-3 ആൾക്കാർക്ക് കൂലി കൊടുക്കേണ്ട കാശേ കിട്ടുള്ളൂ. ഒരാഴ്ച വന്നാൽ നമ്മളെ പണിയൊന്നും എടുപ്പിക്കാനുള്ള കാശ് അവർ തരികയില്ല. അവർ പറയുന്ന നിങ്ങൾക്ക് പ്രായമായിപ്പോയില്ലേ, നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പ്രായമായാലും ഞാൻ അടക്കുന്നുണ്ട് ബാങ്കിൽ. ഏത് ബാങ്കുകാർക്കും ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. എനിക്ക് അതിൻ്റെ സമയത്ത് ഇത് കിട്ടഞ്ഞിട്ടാണ് അവരോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതൊന്നും അവർ തരില്ല. ഇത് താഴെ മാമ്പളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ജമ്മിയുടെ സ്ഥലമാണ്. അതും കുട്ടീഷ്ണൻ എന്നെല്ലാം പറഞ്ഞിട്ട് ശ്രീധരൻ എന്നെല്ലാം പറഞ്ഞു, അത് മാഷ അവരെ സ്ഥലത്ത് നിന്നാണ് അവരെനിക്ക് ഇതായിട്ട് തരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ പൈസ വേണമെങ്കിൽ അത് പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കൊട്ടയോ വെള്ളമോ ഇതൊക്കെ തരണം, തടപ്പ അങ്ങനെ സ്വന്തം ആവശ്യത്തിന്. പിന്നെ അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തോട്ടിയോ വലിയ തേങ്ങ പറിക്കേണ്ട തോട്ടിയോ ഇതൊക്കെ ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തു വിടണം. കൊടുത്തു വിട്ടാൽ അവർ ഒന്നും പ്രശ്നമില്ല അവരുടെ അടുത്ത്. ബാക്കി എല്ലായിടത്തും വില കൊടുക്കണം, കുറ്റിക്കാണം കൊടുക്കണം. ഒരു തടപ്പാക്കിയാൽ എനിക്ക് കിട്ടുന്ന ആകെ 225 കിട്ടും ഒരു വെള്ളപ്പൊളിക്ക്. ഒരു തടപ്പ 2 സൈസ് തടപ്പയാണ്. പുറംപള്ളിക്ക് എനിക്ക് 300 രൂപ കിട്ടും. അത് ഒക്കില്ല. ഈ പുറംപള്ളിക്ക് ആ പണി കൂടുതൽ. അതിന് ഇരുന്ന് കിട്ടിയാൽ അവരോട് വില പറയുമ്പോൾ എടുക്കുന്നവരോട് പറയുമ്പോൾ പറയും അയ്യോ ഞങ്ങൾക്കത് കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ കണ്ണോട് കണ്ടു അവർ നല്ല വിലക്ക് വിറ്റാ. നമ്മൾ കാഞ്ഞങ്കാട് തന്നെ എനിക്കറിയുന്ന ആളുണ്ട്. ഒരു തടുപ്പാകുമ്പോൾ ഒരു തടുപ്പാണെങ്കിൽ പുളിയൊക്കെ വലിച്ച് ചീകി എല്ലാം വരുമ്പോൾ 2-ാമത്തെ ദിവസം ഒരു തടുപ്പിൽ കിടക്കാൻ പറ്റുള്ളൂ. ആ തടുപ്പൊക്കെ കിടക്കാൻ പറ്റും, അത് ഉണങ്ങണം. അപ്പോൾ 2-3 ദിവസം പിടിക്കും ഈ തടുപ്പം മുടയാണ്. അതിപ്പോൾ മൊത്തത്തിൽ ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസം 10 എണ്ണം മുടയാ, പക്ഷെ അത് കെട്ടാൻ സാധിക്കില്ല. 200 കിട്ടുന്നുള്ളൂ. അവർ ചിലപ്പോൾ 350, വെള്ളപ്പൊലിക്ക് 350, മറ്റേതിന് 600 രൂപ വെച്ചിട്ടെല്ലാം കൊടുക്കുന്നതാണ്. കച്ചവടക്കാർ പല സൈസിലാണ് അവർ ചെയ്യുന്നത്. കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല. വീടുകളിൽ മുമ്പേ നടന്നു. ഇപ്പം പിന്നെ എൻ്റെ കാലിന് അസുഖമായത് കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. ഈ ഇരുന്ന് കെട്ടൽ കൊള്ളുന്ന പണിയല്ല ഇത്. അത് കീവാറ്റിനും ഭയങ്കര വേദന ഉണ്ടാവും, 2 മുട്ടിനും ഭയങ്കര വേദന ഉണ്ടാവും. അപ്പം മുമ്പ് കാലത്ത് ഞാൻ കൊണ്ട് നടക്കലായിരുന്നു വീട്ടുകളിൽ. അതിൽ എൻ്റെ പണിക്കൂലിയും കഴിച്ചിട്ട് എനിക്ക് നല്ല പൈസ കിട്ടിക്കൊണ്ട്. അപ്പോൾ ഒരു 3-4 പണിക്കാരെ കൂട്ടിയാൽ അവരെ കൂലി കൊടുക്കാനുള്ള കാശ് അതിലത്ത് കിട്ടുന്നുണ്ട്, അവർ തരുന്നുണ്ട് വീട്ടുകാർ. അങ്ങനെല്ലാം കുറേ കഴിഞ്ഞും കൂട്ടിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ട്. ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതായിട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. ഈ വില കിട്ടുന്നില്ല. ഏത് മുറല്ലേ? ഞാൻ കുട്ടിക്കാലത്തെ തുടങ്ങി. എൻ്റെ ഒരു 10-15 വയസ്സിലേ തുടങ്ങിയതാ. എൻ്റെ അച്ഛൻ അമ്മയുടെ കൃഷിയിലൊപ്പം കൂടി അച്ഛൻ പഠിപ്പിച്ചത്. കൃഷിയെല്ലാം നടത്തി വന്നിട്ട് ഈ പണിയെടുക്കും ഞങ്ങൾ ഇരുന്ന് അച്ഛൻ്റെ കൂട്ടത്തിലിരുന്ന്. ഞാനേ എടുക്കുള്ളൂ. ഞങ്ങളൊരു 6-8 ആളുണ്ട് മക്കൾ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം പോയി പെമ്പിള്ളേരാ. അപ്പം ഞാൻ മാത്രമേ ഈ പണി പഠിച്ചിട്ടുള്ളൂ അച്ഛൻ്റെ കൂട്ടത്തിൽ. കിട്ടുന്ന സമയത്ത് പറഞ്ഞാൽ ഇത് എനിക്ക് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 തടപ്പ വേണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അന്ന് മെനക്കെടും 2 ആളും കൂടെ ഒരു ദിവസം മൊത്തം.
നാളെ തന്നെ ഞങ്ങൾക്കൊരു 10 വേണമെന്ന് പറഞ്ഞാലേ അതിന് രാത്രി ഇരിക്കും. രാത്രിയും ഇരുന്ന് കെട്ടി പിറ്റേ ദിവസം കൊടുക്കാനുള്ള ഇതാക്കും. ഒരു 10 തടപ്പ അങ്ങനെ ഇപ്പോൾ വരുന്നുള്ളത്. എന്നാലും കൃഷിയിൽ കടന്ന് കാടെടുക്കലും അതിന് പുറത്തുനിന്ന് ആളെ കൂട്ടലില്ല. കൂട്ടിയാൽ കൂലി കൊടുക്കണം നമ്മൾ. വലിയ കൂലിയാണ് ഇപ്പോൾ. കയ്യിലില്ല. കാലി പോകാൻ പോയിട്ടില്ല. പിന്നെ കാലി നോക്കിയിട്ടുണ്ട്. ജമ്മിമാരെ കാലി ചെറുപ്പത്തിൽ ഒരു 10-15 വയസ്സ്. അന്ന് ഒരു 3/4 തരും അവർ. ഒരു 3/4 പിന്നെ തോട്ട 3/4 അന്ന് ചെമ്പിൻ്റെയാ. പിന്നെ ഒരു 4 പൈസ അതിന് അവർക്ക് സമയമുണ്ട് കണക്കാക്കുന്നത്. അതിന് 4 പൈസ തരും. പിന്നെ എടുക്കുന്നതിന് 3/4 തരും. തോട്ട 3/4 ഉണ്ട് അത് തരും. പിന്നെ കുറച്ച് അവർ നീട്ടി പറയല്ല. അതിന് വേറൊരു 3/4 ഉണ്ട്. വലിയ വീതിക്കില്ല 3/4 അത് തരും ചെമ്പിൻ്റെ. പിന്നെ കുറച്ച് ചായയും ഇതൊക്കെ തരും. പിന്നെ അവരടുത്ത് തന്നെ പോയി പണിയെടുത്തുകൊണ്ടിരിക്കും. പിന്നെ അച്ഛൻ്റെ പണിക്ക് അച്ഛൻ്റെ കൂട്ടത്തിൽ ചെറുപ്പത്തിലേ പോവും. ഇത് 15 വയസ്സിൽ എനിക്ക് കഴിയുന്ന പണിയല്ലേ ഞാൻ 15 വയസ്സ് തൊട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുവരെയ്ക്ക് മുടക്കിയിട്ടില്ല. ഇപ്പോൾ എല്ലാ പണിയും എടുക്കും. ഒരു പണിയും മടിച്ച് നിൽക്കില്ല. ഏത് പണി വേണോ അതെടുക്കും. ഇനി സ്വന്തമായിട്ട് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും എടുക്കും. ആരും ഇല്ലെങ്കിലും എടുക്കും. അത് ചെയ്തിരിക്കും. ആവുന്നത് ചെയ്യും. ഇപ്പം തന്നെ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് സ്വന്തം സ്ഥലത്തൊന്നും വിത്ത് വളരാൻ പറ്റിയല്ല. അത് കാരണം കൊണ്ട് പാട്ടത്തിന് എടുത്തിട്ട് തന്നെ ചെയ്യണം. അത് ചെയ്യും. പന്നിയുടെ ഭയങ്കര ശല്യമാണ്. മുള്ളം പന്നിയായിട്ടും വലിയ പന്നിയായിട്ടും. പിന്നെ രാത്രി നമ്മൾ അതിലേക്ക് വിളയിൽ പോയില്ലെങ്കിൽ ഒറ്റൊന്നും കിട്ടില്ല. പന്നിയുടെ ശല്യം തന്നെ. ഞാൻ ഈ ഫോറസ്റ്റ് ഓഫീസറുടെ അടുത്തൊക്കെല്ലാം പോയിട്ട് കുറേ പറഞ്ഞു അവരോട്. അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് കിടക്കും, ഞങ്ങൾക്ക് ഇതെന്ത് കിട്ടാനാ? അതിനെ കൊല്ലാനും പാടില്ല, വേറൊന്നും ചെയ്യാനും പാടില്ല. അന്നേരം ഞങ്ങളെ പിടിച്ചിട്ട് കൂട്ടിലിടും. അപ്പം നിങ്ങൾ തന്നെ വന്ന് കിടക്കാൻ പറഞ്ഞാണ് ഫോറസ്റ്റ് ഓഫീസറുടെ അടുത്ത്. പിന്നെന്ത് പറയണ്ടേ? ഞങ്ങൾക്ക് ഈ കൃഷി നഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെ അനവധി കപ്പ എല്ലാം നഷ്ടം വന്നായിരുന്നു. സമ്മതിക്കുകയില്ല. അതാണ് കൂടുതൽ. ഈ പന്നി ശല്യം തന്നെ കൂടുതൽ ഇവിടെ. കൃഷിയൊന്നും ഉണ്ടാക്കിയാൽ ഉണ്ടാകില്ല. അത് 3/4 ഭാഗം പന്നി കളഞ്ഞ് കൊണ്ടുപോകും. അതവരടുത്ത് പറഞ്ഞാൽ ഇനി പഞ്ചായത്ത് പോയി ചെന്ന് പറഞ്ഞാലും അത് കണക്കാ. നമുക്ക് അതിനുള്ള വക കിട്ടിയില്ല. അതിന് ബന്ധപ്പെട്ട ഓഫീസർമാരോട് വന്ന് കാണാൻ പറഞ്ഞാൽ വരികയില്ല. നമുക്കതിനൊക്കെ അത് പോയി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ട് വന്നെന്ന് അറിയുന്നില്ല അവർ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇനി 2 പ്രാവശ്യം കൊടുത്തിട്ട് 1 പ്രാവശ്യം കൊടുത്ത് കിട്ടി. ഒരു 10,000 രൂപയുടെ എൻ്റെ നഷ്ടപരിഹാരം കിട്ടീനി ഒരു പ്രാവശ്യമായിട്ട്. അതിൽ പിന്നെ കിട്ടിയില്ല എനിക്ക്. കുറേ കപ്പ കളഞ്ഞു. ഇത് കാഞ്ഞങ്കാട്, പിന്നെ നീലീശ്വരത്ത്, ഇങ്ങനെ പല ആളാണ്. ഇല്ല, നമ്മളൊരു ഓട്ടക്കാരനുണ്ട് അവിടെ പോകുന്ന ആൾ. രാവിലെ പോവും. അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അവനെ വിളിക്കുമ്പോഴത്തേക്ക് വണ്ടി ഇവിടെ വരും, മുകളിലെ തട്ടിൽ വരും. അന്നേരം ഇവിടെ നിന്ന് കയറ്റിയിട്ട് അവിടെ ബാക്കിയുള്ളവരെ ചുമട് എടുപ്പിച്ചിട്ട് വണ്ടി വെച്ച് കൊടുക്കും. അവിടെ നിന്ന് പൈസയൊക്കെ കൊണ്ടുവരില്ലാന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കും എടുക്കുന്ന ആളെ. അപ്പോൾ അയാൾ പൈസ കൊടുത്തയക്കും, അതിൻ്റെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ തുക. അങ്ങനെയൊക്കെ അന്ന് വരുന്നു. ഇപ്പോഴും ആക്കി കൊടുക്കും. പക്ഷെ ഇപ്പോൾ തടപ്പ, പൂക്കൂട്ട, വെല്ലം, മണ്ണെടുക്കുന്ന വട്ടി, പിന്നെ വളവട്ടിയും ഉണ്ടാക്കലുണ്ട്. ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അത് വേഗം നാളെ തന്നെ വേണമെന്ന് പറഞ്ഞ് കിട്ടുകയല്ല കേട്ടോ. പണി പിടിക്കും. പണിയുണ്ട് ഇതിന്. ഈ ചോദിക്കുന്നവർക്ക് അത് അറിയില്ല. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം നമ്മൾ ആ ദിവസം പറഞ്ഞാലേ ആ ദിവസം ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുക്കും. ആയിക്കോട്ടെ.